നമസ്കാരം. ആലുവയിലെ ആ കുഞ്ഞ് ഭൂമിയിലുണ്ടായിരുന്നത് വെറും 3.5 വർഷം. അനുഭവിച്ചത് സമാനതകളില്ലാത്ത ക്രൂരത. താളം തെറ്റിയ കുടുംബത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് പതിവായി. കുഞ്ഞിന്റെ സംരക്ഷകനായി അവതരിച്ചത് ചെറിയച്ഛൻ. അവസരം മുതലെടുത്ത് 1.5 വർഷത്തോളം കുഞ്ഞിനെ പീഡിപ്പിച്ചു ആ നരാധമൻ. അമ്മ കൈപിടിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോയ ദിവസവും ആ കുഞ്ഞ് പീഡനത്തിന് ഇരയായി. 1.5 വർഷം ആ കുഞ്ഞ് അനുഭവിച്ച പീഡനങ്ങളുടെ കഥ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവരുമ്പോൾ ഒരാൾക്കും വിങ്ങലോടെയല്ലാതെ ആ പിഞ്ചോമനയെ ഓർക്കാനാകില്ല. സംരക്ഷിക്കേണ്ട കരങ്ങൾ പിച്ചിച്ചീന്തിയ കുഞ്ഞിനെ അമ്മ മരണത്തിലേക്ക് എറിഞ്ഞത് എന്തിനാണ്? എത്രയെത്ര കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ വീട്ടകങ്ങളിൽ ഉറ്റവരാൽ പീഡിപ്പിക്കപ്പെടുന്നത്? എത്രയെണ്ണം പുറത്തറിയുന്നു? ബന്ധുത്വം ചൂഷണം ചെയ്യുന്ന എത്ര പേർ ശിക്ഷിക്കപ്പെടുന്നു? ആര് രക്ഷിക്കും ഈ കുഞ്ഞുങ്ങളെ? ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീമതി അനു പാപ്പച്ചൻ, അധ്യാപിക, മാളവിക ബിന്നി, അധ്യാപിക, ഡോക്ടർ മോഹൻ റോയ്, മനോരോഗ വിദഗ്ധൻ, അഡ്വക്കേറ്റ് ലിജിത്ത്, അഭിഭാഷകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് ലിജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. അഡ്വക്കേറ്റ് ലിജിത്ത്, ഒരു കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന ഒരു കേസ് എന്ന നിലയിലാണ് ആദ്യം ഇത് നമ്മൾ വാർത്തകളിൽ വരുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ സംശയമാണ് ഇപ്പോൾ ആ കുഞ്ഞ് എത്രമാത്രം പീഡനം നേരിട്ടിരുന്നു ഈ 3.5 വർഷത്തിനുള്ളിൽ എന്നത് വെളിവാക്കുന്ന തരത്തിൽ എത്തി നിൽക്കുന്നത്. ആ കുഞ്ഞിനെ കൊല്ലാൻ അമ്മയ്ക്കിടയാക്കിയ സാഹചര്യങ്ങൾ എന്ത് എന്നത് ഇനിയും പോലീസ് ചോദിച്ചറിയാനിരിക്കുന്നതേയുള്ളൂ. ആ അമ്മയുടെ വാക്കുകൾ തന്നെയാണ് ഈ വിധത്തിൽ അന്വേഷണം വഴിതിരിച്ചു വിട്ടതും. ഈ സംഭവിച്ച കാര്യങ്ങൾ പോലും അതിന് ശേഷം പോലും കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്ന തലത്തിലേക്കല്ലാണ്ട് ഒരു പരിഹാരം സാധ്യമല്ലായിരുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളായിരുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ കേസിനെ നോക്കിക്കാണുന്നത്? വലിയ പീഡനമേറ്റ് ഈ 3.5 വർഷത്തിനുള്ളിൽ അത് അമ്മയുടെ കൈകളാൽ തന്നെ മരണത്തിലേക്ക് ആ കുഞ്ഞ് വീണുപോയ സാഹചര്യത്തെ യഥാർത്ഥത്തിൽ നിയമത്തിന്റെ വശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. അതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഒരിക്കലും നിയമത്തിന് എപ്പോഴും എത്തിപ്പെടാനായിട്ട് അപ്രാപ്യമായ സ്ഥലമാണ് കുടുംബം. കാരണം കുടുംബങ്ങളിലേക്ക് എപ്പോഴും നിയമങ്ങൾ എത്തിച്ചേരണമെങ്കിൽ, അതിനുള്ളിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ അകത്തൊരു കംപ്ലൈന്റ് വരണം. ആ ഒരു കംപ്ലൈന്റ് വന്നിട്ട് അതാണ് എല്ലാ ഗാർഹിക പീഡനങ്ങൾക്കും എല്ലാത്തിനും അടിസ്ഥാനമായ കാരണം അത് തന്നെയാണ്. ഇപ്പൊ ഈ കുട്ടി മരണപ്പെടാനുള്ള കാരണം അതിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി, കാരണം അതിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ അത് ഇപ്പൊ അവ്യക്തമായിട്ടുള്ള കുറെ കാര്യങ്ങളാണുള്ളത്. പോലീസുകാർ പറയുന്ന ഭാഷ്യങ്ങളാണുള്ളത്, പ്രതി പറയുന്ന ഭാഷ്യങ്ങളാണുള്ളത്. അതൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ് ഈ സമൂഹത്തിന് പറ്റുന്നതെന്നാണ്. എന്തുകൊണ്ടാണ് നിയമം ഇത്രത്തോളം ശക്തമായി ഇരുന്നിട്ട് കൂടി പോലും ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ കുട്ടിയെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് 1.5 വർഷത്തിനുള്ളിൽ എത്രയോ പീഡന കേസുകൾ വന്നിട്ടുണ്ട്. അതിന് എത്രയോ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ ചാനൽ ചർച്ചകൾ വന്നിട്ടുണ്ട്, സമൂഹത്തെ മുഴുവൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ആ മനസ്സാക്ഷിയെ തൊടാനായിട്ട് ഈ ഒന്നും സംഭവിച്ചില്ല. സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾക്കോ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എവിടേക്കാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്. കൂടുതൽ ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിലേക്കാണ് പോകുന്നത്. നിയമം രണ്ടാമതാണ് വരിക. അതിനേക്കാൾ ആദ്യം വരുന്നത് ഇപ്പൊ സോഷ്യോളജിക്കൽ ആസ്പെക്ട് ആണ്. ഇത്രയും ശക്തമായ നിയമം ഉണ്ടായിട്ട് നിയമം അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അമ്മയാണെങ്കിലും ശരി, പ്രതിയാണെങ്കിലും ശരി, പീഡിപ്പിച്ച ആളാണെങ്കിലും ശരി, ഇവർക്ക് നിയമം അറിയാഞ്ഞിട്ടല്ല. ഇത് ഇത്രയും കൃത്യമായ നിയമമാണെന്നും പോസ്കോ നിയമം എത്രയോ ശക്തമാണെന്നും എല്ലാം അറിയാം. ദിവസം വാർത്തകൾ കേൾക്കുന്നതാണ്, ചർച്ചകൾ ധാരാളം ഉള്ളതാണ്. എന്നിട്ടും അത് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന, ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പുറത്തു വരാത്ത എത്രയോ കാര്യങ്ങൾ അത് എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും? അതിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ഊന്നേണ്ടത്. തീർച്ചയായും. ശരി, ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിലെത്താം. അനു പാപ്പച്ചൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്, അധ്യാപിക. ശ്രീമതി അനു, ഇതൊരു ആദ്യ സംഭവമല്ല. കേരള മനസാക്ഷിയെ നടുക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞെട്ടൽ ഉളവാക്കുന്ന ആദ്യ സംഭവമല്ല. നമുക്കറിയാം, ഇതിനു മുൻപും പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ രീതിയിൽ വീട്ടകങ്ങളിൽ നിന്ന് തന്നെ പീഡനത്തിനിരയായ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം അത് മുതലെടുത്ത് വന്ന ചെറിയച്ഛനാണ് ആ കുഞ്ഞിനെ
ഈ രീതിയിൽ പീഡനത്തിനിരയാക്കുകയും ഒരുപക്ഷെ അത് അമ്മ അറിഞ്ഞതാകാം മരണത്തിലേക്ക് തള്ളിവിട്ടത്, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ജീവൻ ഒടുക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് അമ്മയെ തള്ളിവിട്ടതെന്ന് കരുതുന്നു. ഈ വീട്ടകങ്ങളിൽ ഇങ്ങനെ നടക്കുന്ന ചൂഷണങ്ങൾ, അതിൽ എങ്ങനെയാണ് നമ്മൾ കരുതലുകൾ സ്വീകരിക്കേണ്ടത്? ഈ പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അമ്മ ഒരു പക്ഷേ അത് അറിഞ്ഞിട്ടാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന സംശയം വരുന്നു. ഒരമ്മയെ സംബന്ധിച്ച് ആ കുഞ്ഞിനെ രക്ഷിക്കുക എന്നതിന് മറ്റു മാർഗങ്ങളില്ലേ? രേണു, ഇതിനകത്ത് നമ്മൾ ആദ്യഘട്ടത്തിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത്തരം കേസുകൾ ആവർത്തിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും കുടുംബത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, നിയമത്തിന് മുന്നിലാവട്ടെ, സ്റ്റേറ്റിന്റെ മുന്നിലാവട്ടെ, ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന ആളുകൾ ആരാന്ന് വെച്ചാൽ അത് കുഞ്ഞുങ്ങളാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ സിസ്റ്റത്തിൽ, അത് കുടുംബത്തിനാകട്ടെ, സമൂഹത്തിലാവട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആവട്ടെ, ഏറ്റവും പതുക്കെ അല്ലെങ്കിൽ ഏറ്റവും അലസമായിട്ടാണ് പലപ്പോഴും കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൈകാര്യം ചെയ്യുന്നത്. പല സംഭവങ്ങൾ നമ്മളിങ്ങനെ ആവർത്തിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഈ കുടുംബത്തിനകത്ത് ഇപ്പൊ നേരത്തെ ഇവിടെ രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ അച്ഛന്റെയും അമ്മയുടെയും അസ്വസ്ഥതകൾ കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് രീതിയിലും അനീതി സംഭവിച്ചിട്ടുണ്ട്. ആദ്യം കുഞ്ഞിന് ആക്രമണം നേരിട്ടു എന്നുള്ളത്, രണ്ട് അത് കുഞ്ഞിന് ഷെയർ ചെയ്യാൻ, പങ്കുവെക്കാനായിട്ട് സാഹചര്യം ഇല്ല എന്നുള്ളത്. ഇത് രണ്ടും കുഞ്ഞ് അവിടെ നേരിട്ടു എന്നുള്ളതാണ്. മാത്രമല്ല വളരെ ചെറിയ പ്രായമാണ്, 2.5 വയസ്സ് മുതൽ ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതത്തിന് ഇരയായി എന്നുള്ളത് അത് 4 വയസ്സ് വരെ തുടരുകയും ചെയ്തു. അപ്പോ അത് കുഞ്ഞ് ഇത്രയും കാലം അനുഭവിച്ചത്, കുഞ്ഞിന് അത് കുഞ്ഞ് അനുഭവിച്ചത് അറിയാനുള്ള സാഹചര്യം അച്ഛനും അമ്മയും, അല്ലെങ്കിൽ അറിഞ്ഞ ശേഷം അവരുടെ പ്രതികരണം എങ്ങനെയാണ്, നേരത്തെ വക്കീല് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ഇത്തരത്തിലുള്ള ബോധ്യങ്ങൾ, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നുള്ള ബോധ്യങ്ങളെ സംബന്ധിച്ച് കുറച്ചും കൂടി സങ്കീർണമായിട്ട് വേണം ആ വിഷയങ്ങളെ കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച്, പാരന്റിങ്ങിനെ സംബന്ധിച്ച് വളരെ മോശം സമീപനമാണ് കേരളത്തിൽ പൊതുവെ ഉള്ളത്. കാരണം കുട്ടികളെ വളർത്തുന്ന രീതിയിലാവട്ടെ, കുട്ടികളുടെ സെക്സ് എഡ്യൂക്കേഷൻ സംബന്ധിച്ച കാര്യങ്ങളിലാവട്ടെ, അടിസ്ഥാന ജനാധിപത്യ അവകാശങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിലാവട്ടെ, ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് നമ്മൾ പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ മാത്രമല്ല, ഇപ്പൊ അച്ഛനും അമ്മയും വഴക്കിടാത്ത ഒരു സ്ഥലത്ത് പോലും കുഞ്ഞുങ്ങൾ വളരെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പീഡോഫൈലിക് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് നമ്മുടെ കുട്ടികൾ നമ്മളോട് മുതിർന്നു വരുമ്പോൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന അതൊരു വ്യവസ്ഥയുടെ ഒരു അടര് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പൊതുബോധം എന്ന് പറയുന്ന ഒരു ക്രൈം നടന്നാൽ, പ്രത്യേകിച്ചും ഇതിനെ ഈ വാക്കുപോലും, ലൈംഗിക വൈകൃതം എന്നുള്ള വാക്കുപോലും വളരെ ഇന്ന് പലപ്പോഴും ചാനലിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ കണ്ട അബദ്ധം പറ്റി എന്നുള്ള രീതിയിൽ ഈ അബദ്ധത്തെ നമ്മൾ വിശദീകരിക്കുന്ന രീതി തന്നെ കുറച്ചൊരു പ്രശ്നഭരിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഈ ലൈംഗിക വൈകൃത, പീഡോഫിലിക് ആയിട്ടുള്ള പ്രവണതയെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ക്രൈം ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ അറസ്റ്റിലായോ അല്ലെങ്കിൽ ജയിലിലാകുന്ന പ്രതി ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഇതേ ക്രൈം തന്നെ ആവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ ഒരുപാട് കേസുകൾ, ഒരു രണ്ടാമത് പിടികൂടുമ്പോൾ വീണ്ടും ഇതേ കേസ് തന്നെ ആവർത്തിക്കുന്നത് കാണുന്നു. അപ്പോൾ കേവലം ജയിലിൽ കൊണ്ടിടുക, ഇപ്പൊ ആളുകളൊക്കെ ആക്രോശിക്കുന്നു, കൊന്നുകളയണം, ഈ രീതിയിലുള്ള, അങ്ങനെയല്ലാതെ അടിസ്ഥാനപരമായി ഇത് എവിടെയാണ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടത്, ഇത്തരം വിഷയങ്ങൾ എവിടെയാണ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് എന്നൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്, പൊതുവായിട്ടുള്ള ബോധ്യം, മാനവിക ബോധം എന്ന് പറയുന്നത് വളരെ പ്രശ്നം പിടിച്ചൊരു നിലയിലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കേവലം ഒരു അച്ഛനും അമ്മയുടെയും ഉത്തരവാദിത്തമില്ലായ്മയെ കുറിച്ച് മറന്നുകൊണ്ടല്ല ഞാനിത് സംസാരിക്കുന്നത്. പക്ഷെ നാളെ അടുത്ത ഒരിടത്ത് ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോ സ്റ്റേറ്റ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം കുടുംബം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഭാഗം തന്നെയാണ്. കൃത്യമായിട്ടുള്ള, കർശനമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇപ്പൊ നമ്മൾ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അംഗനവാടി മുതലും സ്കൂളിങ്ങിലും അല്ലെങ്കിൽ വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥലത്തൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് കേവലം നമ്മളൊരു പ്രാക്ടീസ് എന്നുള്ള കുറച്ചുകൂടി ആഴത്തിൽ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താനായിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കുട്ടികളോട് പറയും ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇതൊക്കെ പറയുമ്പോൾ സ്വന്തം അടുത്ത് നിന്ന്, സ്വന്തം വീട്ടകത്തിൽ നിന്ന്, നമ്മൾ ഏറ്റവും സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന കുടുംബത്തിനകത്താണ് 90%
ഇത്തരത്തിലുള്ള കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ എഡ്യൂക്കേഷനിൽ കുട്ടിക്ക് ഇത് പറയാൻ പറ്റാത്തതിന്റെ കാരണം, ഇപ്പോൾ ഇതിൽ പല വാർത്തകളിൽ നിന്നായിട്ട് കേട്ടത് കുട്ടിക്ക് ഇത് അറിയാമായിരുന്നു, കുട്ടിക്ക് ഇത് പറയുന്നതിൽ വിഷമമുണ്ടാകാനുള്ള കാരണം ചെറിയച്ഛനുമായി അത്രയധികം അടുപ്പമുള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ 3 വയസ്സ് മുതൽ കുട്ടിക്ക് അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. മുറിവുകൾ ഉണ്ടാവുന്ന ഘട്ടത്തിന് മുമ്പേ തന്നെ കുട്ടിക്ക് അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് കുട്ടിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, ഒരു സാഹചര്യം വീട്ടിലുണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഈ രീതിയിലാണ്. ഇത് വളരെ സങ്കീർണമായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ നമുക്കൊപ്പം ഡോക്ടർ മോഹൻ റോയ് കൂടി ചേരുന്നു. ഡോക്ടർ മോഹൻ റോയ്, പീഡോഫൈലായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചെയ്തികൾ എന്ന നിലയിലാണോ താങ്കൾ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്? പോലീസ് ഇയാളിലേക്ക് എത്തുമ്പോൾ അയാളുടെ ഫോണുകൾ പരിശോധിക്കുകയും ഫോണിൽ നിന്ന് ദൃശ്യങ്ങളും മറ്റു വിവരങ്ങളും ഒക്കെ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇയാളുടെ ഹിസ്റ്ററി എന്താണ് എന്നതിലൂടെ പോലീസ് മനസ്സിലാക്കുകയും പിന്നീട് ചോദ്യം ചെയ്യലിലാണ് ഇയാൾ ഈ കുറ്റം സമ്മതിക്കുന്നിടത്തേക്ക് എത്തിയത്. അങ്ങനെ ഒരു സൈക്കാട്രിക് ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണ് ഇത് എന്നാണോ മനസ്സിലാക്കുന്നത്? അതോ വീട്ടകങ്ങളിലുള്ള ക്രിമിനലുകളായിട്ട് വേണമോ നമ്മൾ ഇവരെ മനസ്സിലാക്കാൻ? അങ്ങനെയുള്ള ക്രിമിനലുകൾ കിട്ടുന്ന സാഹചര്യങ്ങൾ മുതലെടുക്കുമ്പോഴാണോ കുഞ്ഞുങ്ങളുടെ കണ്ണീരുണ്ടാകുന്നത്? ഡോക്ടർ മോഹൻ റോയ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? കേൾക്കാൻ സാധിക്കുന്നില്ല. ഡോക്ടർ മോഹൻ റോയ്, കേൾക്കാൻ സാധിക്കുന്നില്ല. അത് മ്യൂട്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അൺമ്യൂട്ട് ചെയ്യുമോ? ശരി, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് തിരിച്ചെത്താം. മാളവിക ബിന്നി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മാളവിക, ഇവിടെ ആ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. അത് കുട്ടിക്ക് അമ്മയുമായുള്ള ആശയവിനിമയം സാധ്യമാക്കിയിട്ടുണ്ടാകില്ല. അമ്മ പലപ്പോഴും അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇയാൾ മുതലെടുത്തിട്ടുണ്ട്, ഈ പ്രതി മുതലെടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ഓരോ പീഡനത്തിന്റെ കാര്യങ്ങൾ വരുമ്പോഴും അവൾ ധരിച്ചിരുന്ന വസ്ത്രം, അവൾ പുറത്തിറങ്ങിയ സമയമൊക്കെ ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ നമ്മുടെ വീട്ടകങ്ങളിൽ ഈ കുഞ്ഞ് എന്താണ് ലോകമെന്ന് മനസ്സിലാക്കുക പോലും ചെയ്തിട്ടില്ല. 3.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞ് ബാഡ് ടച്ച് എന്താണ് എന്നത് പോലും ആ കുഞ്ഞിന് മനസ്സിലാക്കാനുള്ള പക്വതയായിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങൾ ഈ നിലയിൽ ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഇതിനകത്ത് പറയേണ്ട 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച 2 പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം എന്ന് പറയുന്നത് നിയമത്തിന് എത്താൻ പറ്റാത്ത ഒരു സ്ഥലമായിരിക്കുകയും, അല്ലെങ്കിൽ നമുക്കൊരു തെറ്റിദ്ധാരണ ഉള്ളത് കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണെന്നുള്ള ഇങ്ങനെയുള്ള കുടുംബത്തിനെ കുറിച്ചുള്ള പൊതുധാരണകൾ മാറ്റിവെച്ചാൽ തന്നെ, കാരണം ഏറ്റവും ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്ന സ്ഥലമാണ് കുടുംബങ്ങളെന്ന് നമ്മളൊരു സമൂഹമായിട്ട് അംഗീകരിച്ചാൽ തന്നെ ഇതിൻ്റെ പല പ്രശ്നങ്ങളും ഇല്ലാതായി മാറും. ഇപ്പൊ ഇതിനകത്തെ അമ്മയെ മാത്രം കുറ്റം പറയാൻ വളരെ വളരെ ഈസിയാണ്. ആ അമ്മയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. കാരണം ചികിത്സിച്ചില്ലെങ്കിൽ 6-7 വർഷത്തോളം നിലനിൽക്കുന്ന അസുഖമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നാണ് മയോ ക്ലിനിക്കിന്റെ ഒരു കേഴ്സറി സെർച്ച് പറയുന്നത്. അതുപോലെ ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഇതിന്റെ സൈക്കോളജിക്കൽ തലങ്ങൾ ഡോക്ടർ മോഹൻ റോയ് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ പോക്സോ കണക്കുകൾ ഇന്ത്യയിൽ എടുത്തു നോക്കിയാൽ 50% പെൺകുട്ടികളും 19% ആൺകുട്ടികളും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന ഒരു കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. NCRB റെക്കോർഡ്സ് സൂചിപ്പിക്കുന്ന ഇതിലും കൂടുതലാണ് കഴിഞ്ഞ ഈ പാൻഡമിക്കിന്റെ സമയത്തും പാൻഡമിക്കിന് ശേഷവും 4.5% വർധനവ് ചൈൽഡ് അബ്യൂസിൽ ഉണ്ടായി, കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ ഉണ്ടായി എന്നാണ് നമ്മളെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊരു സോഷ്യൽ ഇഷ്യൂ, സാമൂഹികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഇതിൽ ഏറ്റവും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 92% കുട്ടികളും അബ്യൂസ് ചെയ്യപ്പെടുന്നത് അവർക്കറിയാവുന്ന ആൾക്കാരിൽ നിന്നാണ് ഈ ലൈംഗിക ചൂഷണം അവർക്ക് ഏൽക്കപ്പെടുന്നത്. അതില് ഏകദേശം 20% സ്വന്തം കുടുംബത്തിലെ കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെയാണ്.
ഈ ഈ ഈ 20% ആക്ച്വലി അണ്ടർ റിപ്പോർട്ടിംഗ് കാരണമാണ് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കുടുംബം എന്നുള്ള ഒരു മിഥ്യ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുംബത്തിനകത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള ക്രൈമുകൾ ഡൊമസ്റ്റിക് വയലൻസിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ റിപ്പോർട്ടഡ് പോലും ആകുന്നില്ല. ഇനി ഒരു കുഞ്ഞ് പറയുകയാണെന്ന് വിചാരിക്കുക, എത്ര പേര് പോലീസിന്റെ അടുത്ത് പോയി ഇത് കംപ്ലൈന്റ് ചെയ്യും? ആ കുഞ്ഞിന് വേണ്ടിയുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ അയാളെ കുറച്ച് നാളത്തേക്ക് ആ ഫാമിലിയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരിക്കും. പക്ഷെ ഒരു കേസ് എടുക്കാൻ മുതിരുന്ന എത്ര കുടുംബങ്ങൾ കാണും? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇയാൾ തന്നെ എന്ന നല്ല കുട്ടി ഭാവിച്ച് തിരിച്ച് ആ ഫാമിലിയിലേക്ക് കയറുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പലപ്പോഴും കുടുംബത്തിന്റെ നല്ല പേര് അല്ലെങ്കിൽ കുടുംബത്തിന്റെ മഹിമ കീപ്പ് ചെയ്യാൻ ഹോമിക്കപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിനെ പ്രകീർത്തിച്ച് പറയുന്നത് നമ്മൾ നിർത്തി കുടുംബത്തിനെ തന്നെ ഇന്ററോഗേറ്റ് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആയാൽ തന്നെ നമ്മൾ ബെറ്റർ പാരൻസ് ആയി മാറും. നമുക്ക് നമ്മുടെ കുട്ടികളെ കുറെ കൂടെ നന്നായിട്ട് വളർത്താൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ട്, ഇത് സ്ത്രീകളെ തുച്ഛീകരിച്ച് കാണുന്നതും സ്ത്രീകളുടെ ശരീരങ്ങളെ വെറും ലൈംഗിക അവയവങ്ങളായി കാണുന്നതിൻ്റെയും ഒരു റിസൾട്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നത്. ഇത് രണ്ട് സോഷ്യൽ ഫിനോമിന അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടണം. സ്ത്രീ ശരീരങ്ങളെ ഏതൊക്കെ സൊസൈറ്റീസിലാണോ ഡീവാല്യൂ ചെയ്യപ്പെടുന്നത് അവിടെ എല്ലാം തന്നെയാണ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഏറ്റവും നിലനിൽക്കുന്ന സൊസൈറ്റി, സെക്ഷൽ റിപ്രഷൻ ഏറ്റവും നിലനിൽക്കുന്ന സൊസൈറ്റീസിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ റൂട്ട്സ് കിടക്കുന്നത് സാമൂഹികമായിട്ട് നമ്മൾ നിലനിർത്തിയിരിക്കുന്ന പേട്രിയാർക്കൽ ആയിട്ടുള്ള സമൂഹത്തിൽ നമ്മൾ നിലനിർത്തിയിരിക്കുന്ന പല ധാരണകളുടെയും റിസൾട്ട് ആയിട്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് മാത്രം ഇതൊരു ഒറ്റപ്പെട്ട പ്രോബ്ലവും അല്ലല്ലോ. നമുക്ക് ഇന്ന് ഈ അമ്മയെ കുറ്റം പറയാം, അല്ലെങ്കിൽ അച്ഛനെ കുറ്റം പറയാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറ്റം പറയാം. പക്ഷെ ഇതൊരു വലിയ സാമൂഹിക വിപത്താണ്. ഈ കുഞ്ഞ് മരണപ്പെട്ടത് കൊണ്ടും ഈ കുഞ്ഞിനെ അമ്മ പറയുന്നത് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തെറിഞ്ഞു എന്നുള്ളതാണ്. അതും വരുന്ന ഒരു പൊതുബോധത്തിന്റെ റിസൾട്ട് ആയിട്ടല്ലേ. ഇപ്പൊ സതയ സിനിമയിലുള്ളതുപോലെ ഒരു കുട്ടിക്ക് ഒരു സെക്ഷൽ ഒഫൻസ് സഹിക്കേണ്ടി വരുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ആ കുട്ടിക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ വിപത്ത് എന്നുള്ള ഒരു ധാരണയിൽ നിന്നായിരിക്കണമല്ലോ അമ്മ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അപ്പോഴും നമ്മൾ ഈ സെക്ഷൽ ക്രൈമിനെ മറ്റൊരു അബ്യൂസ് ആയിട്ട് കാണാതെ ആ സെക്ഷൽ ക്രൈമിനെ എന്തോ വലിയൊരു പ്രശ്നമായിട്ട്, എന്തോ ഷെയിംഫുൾ ആയിട്ടുള്ള നാണക്കേടുണ്ടാക്കുന്ന ആ കുട്ടിയുടെ ഭാവി ഇനി ഒരിക്കലും മുമ്പോട്ട് പോകില്ല എന്നുള്ള വിധത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആ കുഞ്ഞിന് മരണപ്പെടേണ്ടി വന്നത്. മേ ബി ആ കുഞ്ഞിന് ഇനിയും നമ്മൾ കുറെ കൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു സമൂഹമായിരുന്നെങ്കിൽ ആ അമ്മ അങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഇനിയും മുമ്പോട്ട് എത്രയോ വർഷങ്ങൾ മിടുക്കിയായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നെന്ന് നമ്മൾ ആലോചിക്കണം. ഇതെല്ലാം നമ്മൾ റേപ്പ് പിരമിഡ് എന്ന് പറയുന്ന നമ്മൾ ജെൻഡർ തിയറിയിൽ എല്ലാ വിധത്തിലും നമ്മുടെ സിനിമയിലും നമ്മുടെ സംസാരങ്ങളിലും എല്ലാം തന്നെ സ്ത്രീകളെയും സ്ത്രീ ശരീരങ്ങളെയും തുച്ഛീകരിച്ച് കാണുമ്പോൾ ഇതിന്റെ ഇമ്പാക്റ്റ് നമ്മുടെ എല്ലാവരിലും ഉണ്ടാകും എന്നും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ തൊട്ട്, അല്ലെങ്കിൽ റോഡിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ തൊട്ട് ആ സ്ത്രീയെ ലൈംഗിക വസ്തുവായിട്ട് മാത്രം കാണുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ഇത് അനുഭവിക്കേണ്ട വന്നതെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ ഇത് കുഞ്ഞുങ്ങളുടെ മാത്രമോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് അബ്യൂസിന്റെ മാത്രമോ ഒരു ഒറ്റപ്പെട്ട കാര്യമാണോ എന്ന് വിചാരിച്ച് നമ്മളെ തന്നെ നമ്മളെ തന്നെ ഫൂൾ ചെയ്യുന്നത് പോലെ ആയിരിക്കും. തീർച്ചയായും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആ അമ്മയ്ക്ക് മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലായിരുന്നു ഒരു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്നത് ചോദ്യമാണ്. അത് പക്ഷേ ഇപ്പോഴും പോലീസ് എന്താണ് അതിലെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നതിൽ ഒരു സ്ഥിരീകരണത്തിലെത്താത്തത് കൊണ്ട് നമുക്കതിലേക്ക് കടക്കുക വയ്യ. ഈ ചൈൽഡ് അബ്യൂസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെ പുറത്തു വരുന്നു എന്നത് നോക്കിയാൽ സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 21% അത്തരം കേസുകളും പുറത്തു വരുന്നത് ഈ 21% കേസുകൾ ഈ ചൈൽഡ് റൈറ്റ്സ് സെൻ്ററുകളിലൂടെയും മറ്റും ഒക്കെയാണ്, കൗൺസിലിങ്ങിനും മറ്റുമൊക്കെ എത്തുമ്പോഴാണ് കുട്ടികൾ അവർക്ക് നേരിട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. 4% ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളുകളിലാണ്.
ടീച്ചർമാർ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കൗൺസിലിങ്ങിനിടയിലൊക്കെയാണ് കുട്ടികൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. പക്ഷേ ഈ ആലുവയിലെ ഈ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവിടെ നിന്നാണ് അമ്മ ആ കുട്ടിയെ കൈപിടിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോയത്. ആ അംഗനവാടിയിലെ ടീച്ചർ ഈ കുട്ടിയെക്കുറിച്ച് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്നവർ ഈ കുട്ടിയെക്കുറിച്ച് പറയുന്നത് എപ്പോഴും സ്മാർട്ടായിരുന്നു, ചിരിച്ച് കളിച്ച് നടക്കുന്ന കുട്ടി എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് സ്കൂളുകളിൽ ഇത് തിരിച്ചറിയപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അനു, എനിക്ക് തോന്നുന്നു അനു നമുക്കൊപ്പം ഉണ്ട് എന്നാണ് തോന്നുന്നത്. അനു, സ്കൂളുകളിൽ ഇത്തരം സംഭവങ്ങൾ കുട്ടികൾ അവർ വിശ്വസിക്കുന്ന ടീച്ചർമാരോട് അല്ലെങ്കിൽ കൗൺസിലിങ്ങിനിടയിലൊക്കെ തുറന്നു പറയുമ്പോഴാണ് പല കേസുകളും നമ്മൾ അറിയുന്നത്. ഈ കുഞ്ഞിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞ് എപ്പോഴും ഹാപ്പി ആയിരുന്നു എന്നാണ് അംഗനവാടിയിൽ ഉണ്ടായിരുന്ന ആയമാർ പറയുന്നത്. അപ്പോൾ ആ കുട്ടി ഒന്ന് വിഷമിച്ചിരുന്നാലല്ലേ നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സംശയമെങ്കിലും തോന്നിയാലല്ലേ കാര്യങ്ങൾ, അങ്ങനെ ഒരു ചോദ്യമെങ്കിലും ആവശ്യം വരുന്നുള്ളൂ. അങ്ങനെ ഒന്ന് സംശയിക്കാൻ പോലുമുള്ള ഒരവസ്ഥ ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നാണ്. പക്ഷേ ആ മരണത്തിലേക്ക് പോകുന്ന ദിവസവും ആ കുട്ടി പീഡനത്തിനിരയായി. ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മുറിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വേദന സഹിച്ചുകൊണ്ട്, മുറിവ് സഹിച്ചുകൊണ്ട് ആ കുട്ടി ചിരിച്ച് കളിച്ച് നടന്നു. എന്താണ് തനിക്ക് നേരിടുന്നതെന്ന് പോലും, എന്താണ് താൻ അനുഭവിക്കുന്ന വേദനയെന്നോ പോലും ആ കുഞ്ഞിന് മനസ്സിലായിട്ടില്ല എന്നാണോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രേണു, ഇതിനകത്ത് രേണു സൂചിപ്പിച്ച അവസാനിപ്പിച്ച വാചകം, അതായത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം താൻ നേരിടുന്നത് ഒരു സെക്ഷൽ ക്രൈമാണ് എന്ന് മനസ്സിലാക്കാനുള്ള, അത് തിരിച്ചറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. വെറും 4 വയസ്സാണ് കുട്ടിയുടെ പ്രായം. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളിൽ നിന്നാണ് ഈ രീതിയിലുള്ള പീഡനം നിരന്തരം അനുഭവിക്കേണ്ടി വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും സ്മാർട്ടായിട്ടുള്ള, അല്ലെങ്കിൽ നന്നായി പാട്ടുപാടുന്ന, നന്നായി ചിരിക്കുന്ന, എല്ലാവരോടും ഒരുപോലെ ഇടപെടുന്ന ഒരു കുട്ടിക്ക് തന്റെ സ്വന്തം ഇടത്തിൽ നിന്ന്, ഏറ്റവും പ്രിയപ്പെട്ട ഒരിടത്തിൽ നിന്ന് കിട്ടുന്ന അബ്യൂസ് എന്ന് പറയുന്നത് അത് തിരിച്ചറിയാനുള്ള ഒരു ശേഷി, ആ രീതിയിൽ അത് സെക്ഷൽ അബ്യൂസ് ആണെന്ന് പലപ്പോഴും കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നത് വളരെ മുതിർന്ന ശേഷമാണ് അവർക്ക് ഇതൊരു ട്രോമയായിട്ട്, ഞാൻ ഈ രീതിയിലാണ് അബ്യൂസ് ചെയ്യപ്പെട്ടത്, ഇത് അബ്യൂസ് ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത് കുറച്ചുകൂടി മുതിർന്ന ശേഷമാണ്. അപ്പോഴാണ് അത് അവർക്ക് വലിയ വിഷാദമായിട്ടോ ഡിപ്രഷനായിട്ടോ ട്രോമയായിട്ടോ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നത്. അംഗനവാടി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നമ്മൾ എല്ലാ അംഗനവാടി ടീച്ചർമാരും അമ്മയെ പോലെ തന്നെയാണ്. അവർ എല്ലാ ദിവസവും വരും, പാട്ടുപാടും, ചിരിക്കും, കളിക്കും. ഇതൊരു സ്വാഭാവിക പ്രക്രിയ പോലെ നടക്കുന്നുണ്ട് കേരളത്തിൽ, വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിരന്തര കൗൺസിലിംഗ്, എല്ലാ ദിവസവും കുട്ടിക്ക് സംസാരിക്കാനുള്ള, വ്യക്തിപരമായ കാര്യങ്ങൾ, ഗാർഹികമായ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും ഇവിടുത്തെ ഏറ്റവും മോശം പാരന്റിങ്ങിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളോട് എപ്പോഴും പറയുക വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അധ്യാപകരോട് അല്ലെങ്കിൽ പൊതുലോകത്തോട് കാര്യങ്ങൾ അകത്തെ കാര്യങ്ങൾ, കുടുംബത്തിനകത്തെ കാര്യങ്ങൾ പുറത്ത് പറയരുത് എന്നുള്ള രീതിയിലുള്ള ഒരു മോശം പാരന്റിങ് നമ്മുടെ കേരളത്തിന്റെ ഒരു സ്വഭാവമാണ്. നേരത്തെ മാളവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥാപിതമായ സ്ഥാപനം കാലങ്ങളായി പിന്തുടർന്നുകൊണ്ട് വരുന്ന ഒരു സിസ്റ്റം ആ രീതിയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അംഗനവാടിയിൽ നിന്ന് തുടങ്ങി, എപ്പോഴാണ് സ്കൂൾ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ നിരന്തരമായിട്ടുള്ള ഒരു സംസാരം, പാട്ടിലൂടെയും കളിയിലൂടെയും ചിരിയിലൂടെയും ഒക്കെ നമ്മൾ ഇടപഴകും. അത് മാത്രം പോരാ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രത്യേകിച്ചും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങൾ തുലവും കുറവായിരുന്നു. മാത്രമല്ല, വളരെ സങ്കീർണമായ ഒരു വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിൽ പോകുന്നു, അച്ഛന്റെ വീട്ടിൽ പോകുന്നു, അമ്മയും അച്ഛനും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകുന്നു, ആ സമയത്ത് മാറ്റി നിർത്തപ്പെടുന്ന കുട്ടി മാറ്റി നിർത്തപ്പെടുമ്പോൾ ചെയ്യുന്ന സംരക്ഷിക്കുന്ന ആളാണ് ഈ ചെറിയച്ഛൻ എന്ന് പറയുന്നത്. അപ്പോ അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ആ വിഷയത്തെ, എന്താണ് വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പക്വത പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, താൻ നേരിടുന്നത് ശാരീരികമായി എന്ന് പറയുന്നത് ഏത് രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ളത് അവനോ രണ്ടുപേരും ആൺകുട്ടികളാക്കിയതിനു ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നിരന്തര സമ്പർക്കം കുട്ടികളുമായിട്ടുള്ള, നമുക്ക് വേറെ വഴിയില്ല. കാരണം പീഡോഫൈലുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ ലൈംഗിക വൈകൃതമുള്ളവർ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റ കേസല്ല, ഈ ഒരു കേസ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വേറെ എവിടെയൊക്കെയോ എത്രയോ പേർ നിശബ്ദരായി ഒളിമറയിൽ ഇരിക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ മറ്റൊരു യാതൊരു ക്രൈമും ചെയ്യാതെ നല്ല പേര്, അല്ലെങ്കിൽ വീട്ടിലൊക്കെ കുടുംബത്തിലും സമൂഹത്തിലും സൽപ്പേരുമായി ജീവിക്കുന്ന ഒരുപാട് പേർ ഇതേ ക്രൈം തുടരുന്നുണ്ടാവാം.
കുടുംബത്തിനകത്തുനിന്ന് ഒരിക്കലും പുറത്തു വരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആകെയുള്ള, നമ്മൾ വളരെ നിസ്സഹായരാണ്. ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇത് മാത്രമാണ് കുട്ടികളുടെ കാര്യത്തിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുട്ടികളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിയമം ഉണ്ടാവണം. അത് സ്കൂളിൽ വേണം, സമൂഹത്തിൽ വേണം, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള നിയമപരിഷ്കാരങ്ങൾ. എന്നും കുട്ടിയെ അല്ലെങ്കിൽ കുട്ടിയുടെ അനുദിന ജീവിതത്തെ ഓഡിറ്റ് ചെയ്യുന്ന തരത്തിൽ, ആ കുട്ടിയുടെ അനുദിന ജീവിതത്തെ നിരീക്ഷിക്കുന്ന തരത്തിൽ, പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ ഏത് രീതിയിലാണ് കുട്ടി വളരേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിയന്ത്രണം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അതിനെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അടുത്ത ഒരു കേസിൽ നമ്മൾ വീണ്ടും ഇത് ഒരു ക്രൈം ഉണ്ടാകുന്നു, ആ ക്രൈമിനെ നമ്മൾ വൈകാരികമായി സമീപിക്കുന്നു, അമ്മയെ കൊന്നുകളയണം, അമ്മയുടെ പ്രശ്നമാണെന്ന് ആരോപിക്കുന്നു, മാതൃത്വത്തെ കുറിച്ചുള്ള ഡെഫിനേഷൻസ് പറയുന്നു. അതെല്ലാം നേരെ പിറ്റേ ദിവസം പ്രതി വരുമ്പോൾ പ്രതിയെ കൊന്നുകളയണമെന്ന് പറയുന്നു, പ്രതിയെ പ്രാകൃതമായി ശിക്ഷിക്കണം എന്ന് പറഞ്ഞു. ഈ രീതിയിലാണ് നമ്മുടെ പ്രതികരണങ്ങൾ പോകുന്നത്. കാരണം സമൂഹത്തിന്റെ സോക്കോൾഡ് സദാചാര വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശിക്ഷാമാർഗങ്ങളൊക്കെ പൊതുബോധം, ആൾക്കൂട്ടം പറയുന്നത്. അങ്ങനെ ആൾക്കൂട്ടത്തിനനുസരിച്ചിട്ടല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു നിയമ നിർമ്മാണവും കൃത്യമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെക്സ് എഡ്യൂക്കേഷൻ, അത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അത് കേവലം സെക്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്നുള്ളതിൽ മാത്രമല്ല, ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായ ഒരു കുട്ടിയുടെ വളർച്ചാ ഘട്ടങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പ്രായോഗികമായ ജീവിതത്തിൽ ആ കുട്ടി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, തീർച്ചയായിട്ടും സാമൂഹിക ബോധത്തോടു കൂടി തന്നെ സമൂഹത്തിൽ എത്തുന്ന ആളാണ് പൗരനായാലും പൗരയായാലും, ആ വ്യക്തിയെ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. ഡോക്ടർ മോഹൻ റോയ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ റോയ്, താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഇത് പീഡോഫൈൽ എന്ന സൈക്കോട്രിക് ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയുടെ ചെയ്തി എന്ന നിലയിലാണോ താങ്കൾ ഈ സംഭവത്തെ കാണുന്നത്? നമ്മുടെ വീട്ടകങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് ഉണ്ടാകുന്നു. നമ്മൾ കേൾക്കുന്നത് വളരെ കുറവാണ്. പുറത്തറിയാത്ത കേസുകളാണ് ഇതിലും അധികം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വീട്ടകങ്ങളിലെ ക്രിമിനലുകളാണോ അതോ മാനസിക രോഗികളാണോ ഇതിന് പിന്നിൽ? അല്ല, തീർച്ചയായിട്ടും ഇത് മാനസിക രോഗം എന്ന ഒരു ലഘൂകരണമല്ല ഇതിന് വേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ നമ്മളെ കുടുംബങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള ചർച്ചയാണ് ഇതിൽ ആദ്യം വേണ്ടത്. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. ഇവർ തമ്മിൽ വഴക്കിടുന്നതായിട്ടറിയാം. നേരത്തെ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതായി കുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയെ മാതാവ് കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങളുണ്ട്. ഈ ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങളിൽ ഈ വിവരം അറിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇനി ചർച്ച പോലും നടത്തേണ്ടി വരില്ലായിരുന്നു. ആ ഒരു വിഷയം. രണ്ടാമത്, ഈ സ്ത്രീക്ക് ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഡോക്ടറെ കാണിച്ചിരുന്നതായിട്ടും പറയുന്നു. അപ്പൊ അത്തരത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാൾ, അദ്ദേഹം വഴക്കിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്നും പറയുന്നുണ്ട്. നോക്കൂ, ഒരു മാതാവ് വഴക്കിട്ട് വീട്ടിൽ നിന്നും അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ കുട്ടിക്കും എന്ത് സുരക്ഷിതത്വമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ പണ്ട് വലിയ കാര്യമായിട്ട് പറയും, നമ്മൾ പണ്ടൊരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലായിരുന്നു, ഇപ്പൊ നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് മാറി. നോക്കൂ, ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് മാറുമ്പോഴും നമ്മൾ കേരളത്തിന്റെ ഒരു സവിശേഷത ശ്രദ്ധിച്ചാൽ ഈ ന്യൂക്ലിയർ ഫാമിലി ആയവര് 2, 3, 4 പേരങ്ങ് മാറി ഒരു വീട്ടിൽ താമസിക്കുന്നുള്ളൂ. പക്ഷെ ഇവർ ഒരു പ്രദേശത്ത് തന്നെയായിരിക്കും. മിക്കവാറും ഒരു കുടുംബം താമസിക്കുന്നതിൽ അടുത്ത് തന്നെ കൊച്ചനോ കുഞ്ഞമ്മയോ മറ്റുള്ളവരെയോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ കുട്ടിക്ക് ഒരു വൈകാരിക പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിയെ ശിക്ഷിക്കേണ്ടതുണ്ട്, കുട്ടിയെ രക്ഷിക്കേണ്ടതുണ്ട്. കുട്ടിയെ നമ്മളൊന്ന് തല്ലിക്കഴിഞ്ഞാൽ കുട്ടിയെ തല്ലുന്നത് എന്തിനു വേണ്ടിയാണ്? കുട്ടിയെ തല്ലുന്നത് എന്താണ് കാരണം? തല്ലുമ്പോൾ കുട്ടിയുടെ സ്വഭാവത്തെയാണ് തല്ലുന്നത്, അല്ലാതെ കുട്ടിയെയല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഒരൊറ്റ സെക്കൻഡ് രക്ഷകനും ഡോക്ടർ മോഹൻ റോയ്, വ്യക്തത കുറവുണ്ട് താങ്കൾ പറയുന്നതിൽ. അത് കണക്ഷന്റെ പ്രശ്നമാണ് എന്ന് തോന്നുന്നു. അത് ശരിയാക്കിയതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ലിജിത്ത്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൂടിക്കൂടി വരികയാണ്. അത് ഒരു പക്ഷേ അവയർനെസ് കൊണ്ടാണ് അത്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം കാലക്രമേണ കൂടി വരുന്നത്. നമ്മൾ നിയമങ്ങൾ ശക്തമാക്കുന്നുണ്ട്, ഇതുപോലെയുള്ള സെക്ഷൽ അബ്യൂസിനെതിരായിട്ടുള്ള നിയമങ്ങൾ. അപ്പോൾ
വീട്ടകങ്ങൾ ഒരു സുരക്ഷിത താവളമാണ്, ഇനിയിപ്പോൾ ആരെങ്കിലും അറിഞ്ഞാൽ തന്നെയും സംരക്ഷിക്കപ്പെട്ടോളും എന്ന ഒരു തോന്നലായിരിക്കുമോ ഇത്തരം ക്രിമിനലുകൾ വീട്ടിൻ്റെ അകങ്ങൾ, ബന്ധുക്കൾ, അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കളുടെ കുട്ടികൾ അല്ലെങ്കിൽ ആ അടുപ്പമൊക്കെ മിസ്യൂസ് ചെയ്യപ്പെട്ട് ഇത്തരം കുറ്റകൃത്യത്തിന് അവരെ പ്രേരിപ്പിക്കുന്നത്? അങ്ങനെ ഒരു സുരക്ഷിതത്വ ബോധമായിരിക്കുമോ? കുടുംബത്തിനുള്ളിലാണെങ്കിൽ അറിഞ്ഞാൽ പോലും പുറത്തേക്ക് പോകത്തില്ല, അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകത്തില്ല, എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാം എന്നൊക്കെയുള്ള ഒരു സുരക്ഷിതത്വ ബോധം അവർക്കുണ്ടാകുന്നതായിരിക്കുമോ അതിന് കാരണം? തീർച്ചയായിട്ടും അത് തന്നെ ആവാനാണ് സാധ്യത. കാരണം ബാക്കിയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സ്കൂള്, പിന്നെ അവർ സ്കൂളിലേക്ക് പോകുന്നുള്ള ഇടങ്ങൾ, ഈ സാഹചര്യങ്ങളാണുള്ളത്. ഈ സാഹചര്യങ്ങൾ ഒരു പൊതുവായിട്ടുള്ള ഇടങ്ങളാണ്. സ്കൂളാണെങ്കിലും ശരി, ബസ് കയറാൻ നിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ശരി, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പൊതു ഇടങ്ങളാണ്. ആ പൊതു ഇടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും മറച്ചു വെക്കപ്പെടാൻ സാധിക്കില്ല. ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അബ്യൂസ് ഒരു സ്കൂളിൽ വെച്ച് ഉണ്ടാവുകയാണെങ്കിൽ ടീച്ചർമാർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ടീച്ചർമാർ അത്രത്തോളം ട്രെയിൻഡ് ആണ്, ഇപ്പോഴത്തെ ടീച്ചർമാർ. കാരണം അവർ കൃത്യമായി അങ്ങനെ അറിഞ്ഞപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഉടനെ കൗൺസിലിംഗ് കൊടുക്കാൻ മാത്രമല്ല, കൃത്യമായ റിപ്പോർട്ടിംഗ് ഉണ്ട്. പക്ഷെ അത് ഒരു പൊതു ഇടത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിന്റെ അകത്ത് വരുമ്പോൾ പല വിദ്യാധാരണകളും വരികയാണ്. എന്റെ കുടുംബത്തിന്റെ പേര് പോകും. അപ്പൊ അവിടെ വെച്ചൊരു കോംപ്രമൈസ് വരികയാണ്. ഉണ്ടാകുന്ന ഒരു ട്രോമയാണ് കോംപ്രമൈസ്. ഒരു ഒഫൻസ് അല്ല അവരെ കോംപ്രമൈസ് ചെയ്യുന്നത്, ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളെയാണ് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഇടങ്ങളിൽ ലോ എൻഫോഴ്സ്മെന്റ് വളരെ ശക്തമായതുകൊണ്ടാണ് നമ്മുടെ ക്രൈം റേറ്റ് കൂടുന്നത്. അപ്പോൾ അവിടെ ലോ എൻഫോഴ്സ്മെന്റ് കറക്റ്റ് ആവുകയും മോണിറ്ററിംഗ് ശക്തമാവുകയും ചെയ്യുകയും ഈ കുടുംബം എന്ന ഈ 4 ചുവരുകൾക്കുള്ളിലുള്ളത് പുറത്തറിയാൻ സാധിക്കാത്ത രീതിയിലും അത് അറിയാതെ മൂടി വെക്കാനായിട്ടുള്ള വ്യഗ്രതയാണ് കൂടുതലുള്ളത് കൊണ്ട് വിദ്യമായ ധാരണയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഈ സാഹചര്യത്തിലാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന പല സ്കീമുകളും നമ്മളിവിടെ ഉണ്ട്. കെൽസി അടക്കം പല സ്കീമുകളും ഇവിടെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊന്നും ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നില്ല. കൃത്യമായിട്ട് ആ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കുറ്റവാളികളെ എടുത്ത് അകത്തിടാൻ സാധിക്കണം. പക്ഷെ അത് ആരും ആ സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ ഒരു പാടിച്ച നമുക്ക് പറ്റുന്നത്. അത് ഓരോ ഇൻഡിവിജ്വലാണ് ചെയ്ത് തീരുമാനിക്കേണ്ടത്. കാരണം ഇങ്ങനെയുള്ളത് ഒരു പീഡോഫൈലിനേക്കാൾ വെറും ക്രിമിനലാണ്. സൈക്കോ എല്ലാവരൊന്നും ഒരു ക്രിമിനലാണ്. 1.5 വർഷം 1 വർഷമൊക്കെ ഒരു 3 വയസ്സുള്ള കുട്ടീനൊക്കെ പറഞ്ഞാൽ വെറും ക്രിമിനൽ മാത്രമാണ്. ആ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവരാണ്. അവരൊക്കെ അത്ര ചെയ്യാനുള്ള കാരണം എന്നെ ആരും തൊഴില്ല അല്ലെങ്കിൽ ഇത് പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്നുള്ള ധാരണയാണ്. ആ ധാരണയെ മറികടക്കാനായിട്ട് സ്വാഭാവികമായിട്ട് കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ്? അത് ഈ ലോ എൻഫോഴ്സ്മെന്റ് കുടുംബത്തിനുള്ളിലേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. അതേ സമയത്ത് തന്നെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഓരോ ഇഷ്യൂസും, ഓരോ സെക്ഷൽ അബ്യൂസും, ഓരോ ഇഷ്യൂസും കൃത്യമായി ഐഡന്റിറ്റി മാസ്ക് ചെയ്യപ്പെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ട്. ഓരോ DLSAയിലും ഓരോ കെൽസയിലും, കേരള ലീഗൽ സർവീസ് അതോറിറ്റി, വിക്ടിം റൈറ്റ് സെന്റർ കൃത്യമായി പ്രവർത്തിച്ചു വരികയാണ് അവർ. അതിലേക്കൊന്നും ആളുകൾക്ക് എത്താത്തത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ജനകീയമാവുകയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ലുകയും ആ കൃത്യമായ പ്രൊട്ടക്ഷൻ കിട്ടും. അത് എന്റെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യപ്പെടും. ഇങ്ങനെ സംഭവം ലോകത്ത് അറിഞ്ഞിട്ടില്ലാതെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്ന ഒരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഈ സമൂഹത്തിലെ ഈ സമയത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും. ശ്രീമതി മാളവിക ബിന്നി, ഇവിടെ ഇപ്പോൾ നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇത്തരം സംഭവങ്ങൾ പേരൻസിനെ കുട്ടികൾക്ക് പേരൻസിനെ അറിയിക്കാനായാലും മറ്റ് ഏതൊക്കെ തരത്തിൽ ഉള്ള നടപടികളിലേക്ക് നയിക്കാനായാലും ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് അതാണ്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 വയസ്സ് മുതലാണ് ഈ അബ്യൂസ് നടക്കുന്നത്. 1.5 വർഷത്തോളം പീഡിപ്പിച്ചു എന്നതാണ് അയാൾ നടത്തിയിട്ടുള്ള കുറ്റസമ്മതം. അപ്പോൾ 2 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് എന്താണ് ബാഡ് ടച്ച് എന്ന് മനസ്സിലാക്കാനും അത് അറിയിക്കാനും ഒക്കെയുള്ളൊരു പ്രായം 2 വയസ്സ് മതിയായതാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത്? നമുക്കറിയാം, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യം പല വീടുകളിലും നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ എല്ലായിടത്തും അരക്ഷിതരാകുന്നത് ഈ കുഞ്ഞുങ്ങളാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം വേണ്ട സമയത്താണ് അവർ ഈ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നത്. അത് ആ ട്രോമ അവരുടെ ജീവിതകാലത്ത് ഉടനീളം പിന്തുടരുന്നതും പല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ
രക്ഷിക്കാം ഇതിൽ നിന്ന്? ഇത് പറയേണ്ടി വരുന്നത് ഒരു ഗതികേട് കാരണം കൂടെയാണ് എന്ന് ചേർത്ത് വെച്ചുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വളരെ കൊച്ചിലെ തന്നെ കുട്ടികളെ ഭാഷ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അച്ഛൻ അമ്മ എന്നാ കണ്ണ് മൂക്ക് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എഗെയിൻ പറയണം, അൺഫോർച്ചുനേറ്റ് ആണ് നമ്മൾ സമൂഹം എന്നുള്ള രീതിയിൽ നമ്മുടെ ഗതികേടാണ് നമ്മൾ. പക്ഷെ കുട്ടികളോട് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കുട്ടികളുടെ ലൈംഗിക അവയവങ്ങളുടെ പേരുൾപ്പെടെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട് കുട്ടികളെ. അവിടെ സ്പർശിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് ഇത് കുട്ടികൾക്ക് മനസ്സിലാകും. കാരണം 6 മാസം തൊട്ട് കുട്ടികൾക്ക് സ്വത്വബോധം ഉണ്ടെന്നാണ് പഠനങ്ങൾ മനസ്സിലാക്കുന്നത്. അവരുടെ അവയവങ്ങൾ തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 4 വയസ്സ് ആകുമ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും TV കാണുമ്പോൾ മനസ്സിലാക്കാനും റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ തുടങ്ങുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ജനറേഷനാണ് നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് അവരെ ഭാഷ പഠിപ്പിക്കുമ്പോൾ തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ലൈംഗിക ചൂഷണം എന്ന് ആ ഒരു ഏജിൽ തൊട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ അടിക്കുന്ന കാര്യം പറഞ്ഞു. പലപ്പോഴും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഈ നമ്മൾ കുട്ടികളെ ബാക്കിയുള്ള ആൾക്കാരെ ടച്ച് ചെയ്യാൻ നമ്മൾ കുഞ്ഞുങ്ങളെ സമ്മതിക്കുമല്ലോ. അതായത് അവരുടെ കവിളി പിടിക്കാനും അവരുടെ ചെവി പിടിക്കാനും ഒക്കെ നമ്മൾ സമ്മതിക്കുമല്ലോ. അതായത് ഔട്ട്സൈഡേഴ്സിനെ പോലും നമ്മൾ സമ്മതിക്കും. ഇത് പലപ്പോഴും ഈ കുട്ടിയുടെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലമാണ്. എൻ്റെ ശരീരം എൻ്റെ മാത്രമാണ് എന്നുള്ള ബോധ്യം കുറയ്ക്കാൻ പലപ്പോഴും ഉതകും. അതുപോലെ തന്നെയാണ് ഈ അടിക്കുന്നതിൻ്റെയും ചെവി കിഴക്കുന്നതിൻ്റെ ഒക്കെ കാര്യം. അതായത് പെയിൻ എന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു ബോധം പലപ്പോഴും ഈ കോർപ്പറൽ പണിഷ്മെന്റ് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവും ആ ശരീരത്തിൽ വേറെ ആർക്കും അവരുടെ കൺസെന്റ് ഇല്ലാതെ ടച്ച് ചെയ്യാനോ എന്ത് ചെയ്യാനോ ഉള്ള അവകാശമില്ലെന്ന് വളരെ ചെറുതിലേ തന്നെ ഭാഷ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ തന്നെ പഠിപ്പിക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ ഇതിനോട് കൂടെ പറഞ്ഞു വെക്കേണ്ട കുട്ടികളെ മാത്രമല്ലല്ലോ, പാരൻസിനെയും പഠിപ്പിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പൊ പലപ്പോഴും നമ്മൾ മാരേജിന് പോലും കല്യാണത്തിന് മുമ്പേ പോലും കൗൺസിലിംഗ് ഉണ്ട്. പക്ഷെ ഒരാളൊരു അച്ഛനാകാൻ ഒരു അമ്മയാകാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും കൗൺസിലിംഗ് നടക്കുന്നുണ്ടോ? ആൾക്കാർ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഉടനെ ചോദിച്ചുകൊണ്ടിരിക്കും കുട്ടിയാകുന്നില്ല. ഇവർ പാകപ്പെട്ടിട്ടുണ്ടോ? ഇവർക്കൊരു കുട്ടിയെ നോക്കാനുള്ള സാമ്പത്തികവും സാമൂഹികവും സൈക്കോളജിക്കലുമായിട്ടുള്ള വളർച്ച വന്നിട്ടുണ്ടോ? 2 പേര് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കുട്ടിയാകണമെന്നില്ല. ആ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടത്. അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കാനും പറ്റും. പാരന്റിങ് എന്താണ് എന്നുള്ള ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട് നടക്കണം. നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ ഒരു രീതിയിൽ നമ്മളും ചിന്തിക്കാനും നമ്മുടെ സ്റ്റേറ്റ് ചിന്തിക്കാനും പാരന്റിങ് ക്ലാസ്സുകൾ എടുക്കാനും പറ്റണം. നേരത്തെ ഇവിടെ അംഗനവാടിയുടെ കാര്യവും പറഞ്ഞു. പലപ്പോഴും നമ്മൾ സ്കൂളിലും അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ എൻ്റെ കുട്ടി പഠിക്കുന്നുണ്ടോ എന്താ ചോദ്യമാണ് ചോദിക്കുന്നത്. എൻ്റെ കുട്ടി ഹാപ്പി ആണോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാറില്ല. എൻ്റെ കുട്ടി എത്ര നേരം സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കാറില്ല. ഗുഡ് പാരന്റിങ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അധികം മാർക്ക് മേടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി മറ്റു കുട്ടികളെക്കാളും കേമനായി അല്ലെങ്കിൽ കേമയായി പഠിക്കുന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളൊരു സമൂഹം കൂടിയാണ് നമ്മൾ. കുട്ടികളുടെ ഹാപ്പിനെസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പാരന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം സുരക്ഷിതത്വത്തിന്റെ ഭാഗം തന്നെയാണ്. ഇതുപോലെ സമഗ്രമായിട്ടാണ് ഈ ഒരു കാര്യത്തിനെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഇതിനെ ചുരുക്കി ഒരു ഒറ്റപ്പെട്ട ഇൻസിഡന്റിലേക്ക് മാത്രം കൊണ്ടുവരികയും ഈ ഫാമിലിയുടെ പുറത്തും ഈ അമ്മയുടെ പുറത്തും മാത്രം ഇത് കൊണ്ട് കൂട്ടി വെക്കുകയാണെങ്കിൽ ഇനിയും ഇതുപോലെ പ്രശ്നങ്ങൾ കണ്ടിന്യൂ അൺഫോർച്ചുനേറ്റ്ലി ചെയ്തുകൊണ്ടേയിരിക്കും. അത് തടയണമെങ്കിൽ സ്റ്റേറ്റും സൊസൈറ്റിയും നമ്മൾ ഓരോരുത്തരും മീഡിയ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്നത് പോലും താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച നമ്മളുടെ മാധ്യമങ്ങളുടേതായ ഉത്തരവാദിത്വം കൊണ്ട് മാത്രമാണ്. ഡോക്ടർ മോഹൻ റോയ്, ഈ വിഷയത്തിൽ ഇവിടെ ഇപ്പോൾ കുട്ടി ഹാപ്പി ആണോ എന്ന് നമ്മൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ആ കുട്ടി ഹാപ്പി ആയിരുന്നു എന്ന് അംഗൻവാടിയിലെ ആയമാർ പറയുകയാണ് എപ്പോഴും. എന്നാൽ താൻ അനുഭവിക്കുന്ന വേദന, മുറിവുകളിൽ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് പോലും ആ കുട്ടി ആരോടും ഷെയർ ചെയ്തിട്ടില്ല.
ഇപ്പോൾ അമ്മയും അച്ഛനും തമ്മിൽ അടുപ്പമില്ല, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമില്ല എങ്കിൽ പോലും അയൽവാസികളോടോ വേറെ ആരോടും ഉണ്ടായിരുന്നില്ല, ഒരു തുറന്നു പറയാൻ ആ കുട്ടിക്ക് സാധിച്ചില്ല എന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം. ഈ എപ്പോഴും അയൽവാസികൾ പറയുന്നത് ഇയാൾക്കൊപ്പം, ഈ പ്രതിക്കൊപ്പം മാത്രമാണ് ഈ കുഞ്ഞിനെ കണ്ടിട്ടുള്ളത്, ആ കുഞ്ഞുമായി പുറത്തു പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നു, മറ്റാരുമായിട്ടും ഇയാൾ യാതൊരു അടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല, ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ടല്ലോ. ഒരു കുട്ടിയെ ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ ഏത് സമയവും കുട്ടിയോടൊപ്പം കാണപ്പെടുമ്പോൾ പോലും അവർക്കും ഒരു സംശയവും തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അത് അവർ അല്ലെങ്കിൽ അതിലിടപെടാൻ അവർ തയ്യാറായിട്ടില്ല എന്ന് വേണമോ മനസ്സിലാക്കണം. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ കുറ്റകൃത്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്? അല്ല, അത് തന്നെയാണ് നമ്മുടെ കുടുംബം ബാലസൗഹൃദമാകണം എന്ന് പറയുന്നത് പോലെ, പോലീസ് സ്റ്റേഷൻ ബാലസൗഹൃദമാകണമെന്ന് പറയുന്നത് പോലെ സമൂഹം ബാലസൗഹൃദമാകേണ്ടതുണ്ട്. ഒരു കുഞ്ഞിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളിന്റെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്യാനുള്ള ഒരു സാമൂഹിക അവകാശം നമുക്കൊക്കെ ഇല്ലേ? ബാലാവകാശത്തിന്റെ ഒരു കാതലും അത് തന്നെയാണല്ലോ. ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഈ ഒരു മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നോക്കൂ, സാധാരണ ആ പ്രായത്തിൽ ഉള്ള ഒരു കുട്ടിയെ കുളിപ്പിക്കുന്നത് ആരായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അമ്മയായിരിക്കുമല്ലോ. ഈ അമ്മ ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി അമ്മ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണിത് ബാലാവകാശ സംവിധാനങ്ങളുടെ അടുത്ത് എത്താതിരുന്നത്? ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇത്തരത്തിലൊരു ബാലാവകാശ സംവിധാനത്തിന്റെ അടുത്ത് എത്തിരുന്നെങ്കിൽ നിർഭാഗ്യവശാൽ ഈ ചർച്ച പോലും ഒന്നും നമുക്ക് വേണ്ടി വരുമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് നാം പറയുമല്ലോ, ഓരോ ശിശുരോധനത്തിലും കേൾക്കണം ഒരു കോടി ഈശ്വര വിലാപം എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ കണ്ണുകൾ കുട്ടിയുടെ പുറകെ, കുടുംബങ്ങളുടെ പുറകെ, വ്യക്തികളുടെ പുറകെ ഉണ്ടാകണം. അതൊരു ഭൂതക്കണ്ണാടി പോലെ നോക്കി സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ഉണ്ടായ ഈ കുടുംബ കൊലപാതകങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം വെഞ്ഞാറമൂട് തന്നെ ഒരു കുടുംബത്തിൽ കുറെ പേരെയൊക്കെ ഒരാൾ കൊല്ലുകയുണ്ടായില്ല. അപ്പൊ അതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റപ്പെട്ട് നടക്കുന്ന വ്യക്തികൾ, ഒറ്റപ്പെട്ടുള്ള കുടുംബങ്ങൾ, അവയെയൊക്കെ നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഈ നിരീക്ഷണ സംവിധാനം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുട്ടി യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന്റെയാണ്. നമ്മൾ പൊതുവെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് മാതാപിതാക്കളുടെയാണ് കുട്ടിയെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. കുട്ടി സ്റ്റേറ്റിന്റെയാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടിക്കെതിരായ ഒരു അതിക്രമം റിപ്പോർട്ട് ചെയ്താൽ അവിടുത്തെ ബാലാവകാശ സംവിധാനങ്ങൾക്ക് ആ കുട്ടിയെ എടുക്കാനുള്ള പ്രാഥമികമായ അവകാശവും അധികാരവും ഉള്ളത്. ഇതിനെക്കുറിച്ച് നാം എത്ര ബോധ്യവാന്മാരാണെന്നും എത്ര ബോധം നമുക്കുണ്ടെന്നും ആലോചിക്കുന്നത്. നമ്മളിപ്പോ റോഡിലൂടെ നടന്നു പോവുകയാണ്, ഒരു ക്രൈം കാണുകയാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നടക്കുകയാണെന്ന് വെച്ചോളൂ, നമ്മൾ തീർച്ചയായിട്ടും പോലീസിൽ വിളിക്കുകയോ ഒരു ആംബുലൻസ് ബുക്ക് ചെയ്യുകയോ ചെയ്യില്ലേ? അതേ താല്പര്യത്തോടു കൂടി, അതിനേക്കാളേറെ ജാഗ്രതയോടുകൂടി ഓരോ ചെയ്യുന്ന ആക്രമണങ്ങളും തീർച്ചയായും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ സമൂഹം ഉണർന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള അപരാധന്മാർക്കെതിരെ നമുക്ക് നടപടിയെടുക്കാൻ സാധിക്കൂ. തീർച്ചയായും സമൂഹത്തിനും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന കാര്യം കൂടിയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. അനു, ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഡേറ്റ തന്നെ സൂചിപ്പിക്കുന്നത് പോക്സോ ഒഫൻസ് ആക്ട് പ്രകാരം 2016 ശേഷം ഇങ്ങോട്ട് ചൈൽഡ് അബ്യൂസ് സർവൈവേഴ്സ് ആയിട്ടുള്ള 44 കുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ പുറത്ത് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലെ സർവൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ 44 പേരാണ്. അതിനുശേഷം പോലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ അവർ സ്വയം ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മുടെ സംവിധാനങ്ങൾ ഇത്തരം സംഭവങ്ങൾ പുറത്തറിയുന്നതിനും അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും പര്യാപ്തമാണോ? താങ്കൾ ഒരു അധ്യാപിക കൂടിയാണല്ലോ, ഒരുപാട് കുട്ടികളുടെ അനുഭവങ്ങൾ കേട്ടും കണ്ടും പരിചയമുള്ള വ്യക്തിയാണല്ലോ. വേണു, ഇതിനകത്ത് നമ്മൾ വളരെ മുതിർന്നതിന് ശേഷം മാത്രമാണ് കുട്ടികൾ പലപ്പോഴും അവരുടെ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു കല്യാണം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് പലപ്പോഴും, ദൗർഭാഗ്യകരമാണ് ഇത് പറയുന്നത്, പലപ്പോഴും അത് വെളിപ്പെടുത്തുന്നത് പോലും. ഇങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പറയാൻ പറ്റാത്തതിന്റെ കാരണം എൻ്റെ വീട്ടിൽ ഇത്രയധികം വേണ്ടപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് എനിക്കിത് പറയാനായിട്ട് പറ്റിയിട്ടില്ല, എൻ്റെ അമ്മയോട് എനിക്കിത് പറയാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പല ഘട്ടങ്ങളിലും കുട്ടികൾ
പങ്കുവെക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആലോചിക്കണം, ഒരു 3, 4 അല്ലെങ്കിൽ ചെറിയ 10 വയസ്സിലൊക്കെ അനുഭവിച്ചതിന് ശേഷം ഒരു 18 വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ 22, ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ 20, 21 വയസ്സുള്ള കുട്ടികളാണ്. അപ്പൊ ആ ഒരു വയസ്സിലെത്തുമ്പോഴേക്കും അവരനുഭവിക്കുന്ന ഭയം, മാനസിക സംഘർഷം, അതിന്റെ വിഷാദം, ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വളരെ ശ്രമകരമായിട്ടാണ് വീണ്ടും എന്ന് തുടങ്ങേണ്ടത്. കുട്ടികളുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ച്, അവരുടെ ആത്മവിശ്വാസത്തെ സംബന്ധിച്ച്. അവരൊരു ക്രൈം ചെയ്തിട്ടില്ല. പലപ്പോഴും കുട്ടികൾക്ക് കുറ്റബോധമാണ്. പലപ്പോഴും കുട്ടികൾ പറയുന്നത് ആ പ്രായത്തിൽ അത് അറിയാതിരുന്നത് കൊണ്ട് പലപ്പോഴും ഇന്നത്തെ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന അത്രയും ഈ മാധ്യമ ചർച്ച പോലെ അത്രയും സംസാരിക്കാൻ ഇടമില്ലാതിരുന്നതാണ് ഒരു 10 വർഷം മുമ്പെന്ന് ആലോചിക്കുക. അപ്പൊ കുട്ടികൾക്ക് പലപ്പോഴും ഒരു കുറ്റബോധം കലർന്ന വിഷാദമാണ് കുട്ടികൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പങ്കിടുമ്പോൾ നമ്മൾ കേൾക്കുന്നത്. കാരണം അത് അന്ന് അറിയാതെ നമ്മൾ അത് അങ്ങനെ ചെയ്തു പോയി, അതുകൊണ്ട് ഇപ്പോ എനിക്ക് വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളെ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡോക്ടറുമായിട്ടൊക്കെ സമീപിക്കുമ്പോൾ കുട്ടികൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ബാലിശമാണ്. നേരത്തെ നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പാവനമായ കുടുംബത്തിനകത്ത് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ താൻ ഇരപ്പെട്ടപ്പോഴും താനാണ് ഏറ്റവും വലിയ പ്രതി അല്ലെങ്കിൽ താനാണ് ഏറ്റവും വലിയ കുറ്റം ചെയ്തത്, ഈ കുറ്റത്തിൽ നിന്ന് എനിക്കൊരു വിമോചനം ഇല്ല എന്നുള്ള മട്ടിലാണ് പെൺകുട്ടികൾ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ബോധ്യങ്ങളിൽ നിന്ന് പുറത്തു കടത്താനായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടിയെ ആദ്യമേ തന്നെ ആത്മവിശ്വാസത്തിൽ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടി വരുന്നു. അതിനുശേഷം മാത്രമാണ് നമുക്ക് മാതാപിതാക്കളെ വിളിച്ചിട്ട് അഡ്രസ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ പറഞ്ഞ കല്യാണം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അയാളോട് ഇത് സംസാരിക്കേണ്ടി വരുന്നു. ഇത്തരത്തിൽ വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് കുട്ടികൾ മുതിർന്നതിന് ശേഷം നമ്മൾ ഇടപെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസ്വസ്ഥത, അസ്വാഭാവികത ഉണ്ടാകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാ ദിവസവും കുട്ടികളോട് സംസാരിക്കണമെന്ന് മാതാപിതാക്കളോട് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. എല്ലാ ദിവസവും കുട്ടികളോട് മാതാപിതാക്കൾ സംസാരിക്കണം. എന്താണ് അവരുടെ ഏത് രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മളുടെ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എന്താണ് നമ്മുടെ സാമൂഹിക വ്യവസ്ഥ, ഇവിടെ ഇത്രയും പാട്രിയാർക്കലായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയിൽ ഇപ്പൊ നേരത്തെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ വാചകങ്ങൾ ചില സൂചകങ്ങളുണ്ട്. അമ്മ വഴക്കിട്ട് പോയി, അപ്പൊ കുട്ടിയെ നോക്കാൻ ആളില്ല, അല്ലെങ്കിൽ അമ്മയല്ലേ കുളിപ്പിക്കുമ്പോ കാണണ്ടേന്ന്. ഇത് അച്ഛനും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ വീട്ടിലെ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. കുടുംബം എന്നുള്ള രീതിയിൽ ഇത് ഒരു പാവനമായ ഒരു ഇടത്തിൽ മാതൃത്വം എന്ന് പറയുന്ന പാവനമായ സ്ഥലത്ത് മാത്രം നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്തമല്ല ഇത്. ഒരു കുടുംബം എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്ന ഒരിടത്തിൽ ഒരു കൂട്ടുത്തരവാദിത്തം തന്നെയാണ്. അമ്മയോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പുറത്തെ ആളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അതല്ല എങ്കിൽ ഇപ്പോൾ സമൂഹം ചെയ്യുന്നത് എന്താണ്? ഇതിന്റെ ഈ കുട്ടിക്കുണ്ടായ സകല ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഒരു വശത്തേക്ക് ആരോപിച്ചു കൊടുക്കുകയും അമ്മ നന്നായിരുന്നെങ്കിൽ കുട്ടി നന്നായേനെ എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. അങ്ങനെയല്ലാതെ ഒരു നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് തീരുമാനിച്ചെടുക്കുന്നതാണ് കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടിയുടെ കാര്യത്തിൽ ആ രീതിയിൽ ഒരു ഉത്തരവാദിത്തം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുശേഷമാണ് അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ വിഷയവുമായി കുട്ടിയുടെ വീട്ടിലേക്ക് സമീപിക്കാനായിട്ട് പലപ്പോഴും. ഡോക്ടർ മോഹൻ റോയ്, താങ്കളുടെ ഒരു പരാമർശമാണ് അനു സൂചിപ്പിച്ചത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ആ അച്ഛൻ അയാളുടെ ഒരു ഉത്തരവാദിത്വവും നിറവേറ്റാതെ ചെറിയച്ഛൻ ആ കുട്ടിയെ ചൂഷണം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ നിലയിലല്ല നമ്മൾ ഈ ചർച്ചയെ പോലും സമീപിക്കുന്നത്. രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ തന്നെ ഇപ്പോൾ 31,000 കേസുകളാണ് ഈ 8.5 വർഷത്തിനുള്ളിൽ മാത്രം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോക്സോ നിയമപ്രകാരം. അപ്പോൾ അവയർനെസ് ഫലം കാണുന്നു എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ നിലയിൽ നിന്ന് കൂടുതൽ പേർ തുറന്നു പറച്ചിലേക്കും അവർ സംരക്ഷിക്കപ്പെടുന്നതിലേക്കും എത്തുക, ഈ കുറ്റവാളികൾ അവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നതിൽ നമ്മൾ മുന്നോട്ട് തന്നെയാണോ പോകുന്നത്? അല്ല, നമ്മളെ രണ്ട് രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അവയർനെസ് കൂടുന്നു എന്നുള്ളത് കൊണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ എണ്ണം കൂടുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ ഈ പോക്സോയുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാണ് എന്ന് പരിശോധിച്ചാൽ മതി. അഡ്വക്കേറ്റിനൊക്കെ അതിന്റെ കൃത്യമായ ഡാറ്റ ഉണ്ടാവും. പോക്സോ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സാഹചര്യത്തിന് ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ റേറ്റ് കുറഞ്ഞ ഒരു കേസായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് പല കാരണങ്ങളും ഉണ്ടാകും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പോക്സോ കേസുകളുടെ ചില കേസുകളുടെ സാധ്യതയെക്കുറിച്ചെങ്കിലും ഒക്കെ ഉള്ള വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിട്ട്, പിന്നെ നമ്മളൊരു ഐഡിയൽ കുടുംബത്തിലാണ് നമ്മൾ ഈ പറയുന്ന അച്ഛനും അമ്മയും ഒരേപോലെ ജോലികൾ പങ്കിടണമെന്നും പുരുഷനും ഇതിലൊക്കെ സഹായിക്കണമെന്നും പുരുഷനും കുളിപ്പിക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മറ്റൊരു വശത്ത്
നമ്മൾ ഉദാഹരണമായി ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി തന്നെ കിട്ടിയൊരു ഫീഡ്ബാക്ക്, ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മളിത് പലയിടത്തും പഠിപ്പിച്ചു കഴിയുമ്പോൾ ചില പിതാക്കന്മാരെങ്കിലും നിർഭാഗ്യവശാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ ഞാനായിരുന്നു കുട്ടിയെ കുളിപ്പിച്ചിരുന്നത്, ഇപ്പൊ ഇത് പറഞ്ഞതിന് ശേഷം എനിക്ക് തന്നെ ഒരു സങ്കോചം തോന്നുന്നു. നിർഭാഗ്യവാന്മാരായ ചില പിതാക്കൾ കൗമാരക്കാരായ പെൺകുട്ടികളുള്ളപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മകളെ എനിക്കൊന്ന് ചേർത്ത് പിടിക്കാനുള്ള ഒരു ഭയം തന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു വശം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷെ എന്നിരുന്നാലും എത്രയധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഈ കുട്ടച്ച് ബാട്ടച്ച് നോക്കൂ, ഈ കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ എന്തിനാണ് അങ്ങനെ ഒരു അച്ഛൻ അങ്ങനെ ഒരു സങ്കോചം ഉണ്ടാകേണ്ടുന്ന സാഹചര്യം എനിക്ക് മനസ്സിലായില്ല. താങ്കൾ ഒരു ഡോക്ടറായിട്ട് താങ്കൾക്ക് എന്താണ് അതിനകത്തൊരു സംശയം തോന്നിയതെന്ന്, അല്ലെങ്കിൽ അത് ഇവിടെ പറയാനുള്ള ഒരു പ്രാധാന്യമായി തോന്നിയതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അല്ല, അതിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞത് ഒരച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം തന്നെ. കാരണം ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്റെ പെരുമാറ്റം പോലും തെറ്റിദ്ധരിക്കപ്പെടുമോ, മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് അത് ആ അച്ഛന്റെ ചിന്താഗതിയുടെ കുഴപ്പം എന്നല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? എന്റെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നത് കൊണ്ടാണ് ഡോക്ടർ ഈ അവസാന ഘട്ടത്തിൽ അങ്ങനെ ഒരു പരാമർശം വന്നത് നിർഭാഗ്യകരമെന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. ഒരച്ഛനും അങ്ങനെ ഒരു സങ്കോചം തോന്നേണ്ടുന്ന സാഹചര്യമില്ല. അച്ഛന്റെ നിലയ്ക്ക് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ. അതല്ല, അത് ഈ വിഷയത്തിന്റെ പ്രസക്തി കളയും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.